കാശി, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജീവിച്ചിരിക്കുന്ന നഗരം. ജനനവും മരണവും ഒരേ നിമിഷങ്ങളിൽ ലയിക്കുന്ന ഭൂമി. ഇവിടെ പ്രാർത്ഥന വാക്കുകളല്ല, ഒരനുഭവമാണ്. വാരണാസി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിക്കേറി വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം ഗംഗാരത്തി. പിന്നെയോ അവിടുത്തെ ഫേമസ് ഫുഡ്സ്. ഇത് പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഇത് ഫേമസ് ബനാറസി സാരീസ്. ഇതൊക്കെ കഴിഞ്ഞ് കാശിയുടെ ഗലീസ്. And here I welcome you to my Kashi vlog. Okay guys, we reached വാരണാസി. നമ്മൾ വാരണാസി എയർപോർട്ടിലെത്തി. ഊബർ പിടിച്ച് എയർബിഎൻബിയിലേക്ക് പോവുകയാണ്. ബേസിക്കലി ഈ ട്രിപ്പിൻ്റെ HOD ശ്രേയ പ്രമോദ് ആയതുകൊണ്ട് അവളാണ് എല്ലാം നോക്കുന്നത്. ഞാൻ പുറകെ ബാഗ് നോക്കി പോകുന്നതേ ഉള്ളൂ. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ടാക്സി പിടിച്ച് നമ്മുടെ എയർബിഎൻബിയിലേക്ക് പോയി. ജസ്റ്റ് രാവിലെ കയറിയതാണ്. ഇവളൊരു മറ്റേ ചപ്പാത്തി എഗ് റോൾ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ അത് മാത്രം കഴിച്ച് ജീവിച്ചിരുന്നു. ബട്ട് നൗ ഇറ്റ്സ് ഓൾമോസ്റ്റ് 12-1 മണിയായി. കാര്യമായി ഫുഡ് കഴിച്ചൊന്ന് ഉറങ്ങി എണീക്കണം. അതാണ് ഇന്നത്തെ മെയിൻ സ്റ്റഫ്. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കാം. നമ്മൾ ഇവിടുന്ന് പനീർ ബിരിയാണി കഴിക്കുകയാണ്. അതുപോലെ നല്ല അടിപൊളി വിശപ്പുള്ളതുകൊണ്ട് ഓക്കെ. ഹായ് ഗൈസ്, ഇതിപ്പം ഏകദേശം രാത്രി ഒരു 7-7:30 ആയിട്ടുണ്ട്. നമ്മൾ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ ലേറ്റായി. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇങ്ങനെ ചലിക്കുന്ന വണ്ടിയിൽ കയറി PDR പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ താമസിച്ചിട്ട് അങ്കിൾ പറഞ്ഞത് ഇവിടുന്ന് അവിടെ ചെന്നിട്ട് അവിടുന്ന് നമ്മൾ നടന്നു പോരാ. ഈ കാണുന്ന റിക്ഷ ഉണ്ടോ, ഇതിലാണ് അവിടുത്തെ ട്രാവൽ മൊത്തം നമ്മൾ ചെയ്യുന്നത്. ഇവിടെയൊക്കെ ലോക്കൽ ഓട്ടോ പോലെ അവിടുത്തെ ഓട്ടോ ഇതാണ്. ഇതാകുമ്പോൾ ഇങ്ങനെ കുഞ്ഞ് ഗലി കൂടെ അങ്ങ് പൊക്കോളും. സംഭവം ഇത് ആക്ച്വലി ഒരു 10 രൂപ 20 രൂപ ആവുള്ളൂ ഒരു 2-3 ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ. പക്ഷേ അവിടുത്തെ ഓട്ടോക്കാർ നമ്മളെ ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നതും ഇതിന് വേണ്ടിയിട്ടാണ്. അവർ 50-60 ഒക്കെ പറയും. അപ്പോൾ ഇതിന് മാക്സിമം ബാർഗെയിൻ ചെയ്യുക എന്നുള്ളതിലാണ് നമ്മുടെ കഴിവ് ട്രാവൽ ഇരിക്കുന്നത്. പിന്നെ റോഡൊക്കെ സൂപ്പർ ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും അങ്ങനെ നമ്മൾ ആദ്യം കാൽഭൈരവ് മന്ദിറിലെത്തി. കാലഭൈരവൻ, അതായത് ശിവൻ്റെ ഉഗ്രരൂപം, ഏറ്റവും ശക്തിയുള്ള രൂപം, അതുപോലെ തന്നെ കാശിയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടും. കാലഭൈരവൻ്റെ അനുഗ്രഹമില്ലാതെ കാശിയിലൊന്നും നടക്കില്ല, അത്രയാ പറയാം. നമ്മളിത് കാൽഭൈരവ് മന്ദിറിൽ പ്രസാദമല്ല, അവിടെ ഇരിക്കുന്ന മാല വാങ്ങി നിൽക്കുക. ഇവിടെ നല്ല ക്യൂ ഉണ്ട്. ബട്ട് നൗ ഇറ്റ്സ് ഹിറ്റിംഗ് ദാറ്റ് വി ആർ ഹിയർ ആക്ച്വലി. തൊഴുതിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മൾ കാൽഭൈരവ് മന്ദിറിൽ നിന്ന് തൊഴുതിട്ട് ഈ ഘട്ട് വഴി നടന്ന് അടുത്ത അമ്പലത്തിലേക്ക് പോവാം. ബിക്കോസ് 8 മണി ആയതേ ഉള്ളൂ. ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്താണ് എല്ലാം. അങ്ങനെ അവിടെ നിന്ന് നടന്ന് നമ്മൾ നേരെ എത്തിയത് കാശി വിശ്വനാഥ് അമ്പലത്തിലേക്കാണ്. കാശി വിശ്വനാഥ ക്ഷേത്രം 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്ന്, ഭഗവാൻ ശിവൻ്റെ ദിവ്യസ്ഥലം. ഇവിടെ മരണം പോലും മോക്ഷത്തിലേക്കുള്ള യാത്രയാണെന്നാണ് പറയുക. ചന്ദനം തൊട്ടു. ഇനിയിപ്പോൾ ഇതിനകത്ത് പോയി തൊഴട്ടെ, തൊഴുതിട്ട് വരാം. നമ്മള് കാശി മന്ദിറിനകത്ത് കയറി തൊഴുതിട്ട് ഇപ്പം ഇറങ്ങിയതുള്ളൂ. ഇറ്റ്സ് ഓൾമോസ്റ്റ് അറൗണ്ട് 10 o'clock. പക്ഷേ ഇറ്റ് ഇസ് എൻ എക്സ്പീരിയൻസ്. ലൈക്ക് എന്ത് പറയാം, ഐ ഡോണ്ട് നോ ഹൗ ടു പുട്ട് ഇറ്റ് ഇൻ വേർഡ്സ്, ബട്ട് ഇറ്റ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഐ മീൻ അതെ കുറെ നമ്മൾ പ്രസാദം വാങ്ങി. അതെ, മറ്റെനിക്ക് നിർമ്മാലയാണെന്ന് തോന്നുന്നു. നിർമ്മാലയും തൊഴുത് പായസം വാങ്ങിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ലൈക്ക് ഇപ്പം മനസ്സിലായി വൈ ഇറ്റ് ഇസ്. എനിക്കല്ല, ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് ഇറ്റ്, ബട്ട് ഇറ്റ് ഇസ് വെരി ഡിവൈൻ. ഐ വുഡ് സേ പീസ്, ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ഞാൻ നാട്ടിലൊന്നും ഇങ്ങനൊരു വൈബോ ഇങ്ങനൊരു ഇത് കണ്ടിട്ടേ ഇല്ല. അപ്പം ഇനി നമ്മൾ എന്താ ലെറ്റ്സ് സീ, വിൽ വാക്ക് ത്രൂ, വിൽ പ്രോബ്ലി ഗെറ്റ് ബാക്ക് ടു എ റൂം. എന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്യണം. അതിന് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ചെയ്യണം. സോ ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ബിക്കോസ് ഇത് 5 മണിയായി. 5 മണിക്ക് നമ്മൾ വണ്ടി എടുത്തിട്ട് അസ്സിഘട്ടിൽ വന്നാണ് ഗംഗാരത്തി കാണാൻ. നിറച്ചാണ്. ഐ വിൽ ഷോ യു, ബട്ട് ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ് ഫോർ ദ ഡേ. ലുക്ക് അറ്റ് ദ ടെമ്പറേച്ചർ, ഇറ്റ്സ് ഓൾമോസ്റ്റ് 11 degree now. അപ്പോൾ ഇവിടെ പിന്നെ നല്ല തണുപ്പുണ്ട്. നമ്മൾ തേർമൽസും ലെയേഴ്സും ഒക്കെ ഇട്ടിട്ടാണ് ആക്ച്വലി ഇവിടെ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ബാക്കി എന്താണെന്ന് നമുക്ക് നോക്കാം. യൂഷ്വലി ഒരു മോർണിംഗ് പേഴ്സൺ അല്ലെങ്കിൽ പോലും ഇവിടെ വന്ന് രാവിലെ അസ്സിഘട്ടിൽ ഗംഗാരത്തി കാണുക എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണെന്ന് എല്ലാവരും പറഞ്ഞു. സത്യം കേട്ടോ. ഈ ഒരു നാമജപങ്ങളുടെ ഇടയ്ക്ക് ഇത്രയും ആൾക്കാരുടെ കൂടെ ആണെങ്കിലും
ആ ഒരു ഡിവൈൻ എക്സ്പീരിയൻസ്, മനസ്സിന് കിട്ടുന്നൊരു ശാന്തി സമാധാനം, ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. അതും നല്ല മഞ്ഞ് കാരണം നമുക്ക് മുന്നിലുള്ള ഗംഗാനദി പോലും വരേക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ഗംഗാരത്തി അസിഘട്ടിന്ന് കണ്ടു കഴിഞ്ഞു. ഇറ്റ് ഈസ് സച്ച് എ മാജിക്കൽ എക്സ്പീരിയൻസ്. ബേസിക്കലി മഞ്ഞ് കാരണം കുറേ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇത് കാണാനായിരുന്നു ഇവിടെ വരാൻ തന്നെ വൺ ഓഫ് ദ മെയിൻ റീസൺ. ലൈക്ക് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ യൂസ് സീ ഓൾ ദിസ് ബ്യൂട്ടിഫുൾ റീൽസ്. അപ്പോൾ ഇത് വന്നതിന് അതിൻ്റെ ഒരു മെയിൻ കാരണമാണ്. ഇനി നമുക്ക് ബാക്കി പ്ലാൻ എന്താണെന്ന് റീൽസ് ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ നമ്മൾ ശാന്തമായി അവിടെ ഇരുന്നു. നല്ലൊരു ചായയൊക്കെ വാങ്ങി കുടിച്ച് എത്രയെന്നൊക്കെ പറഞ്ഞാലും ഇതൊരു വല്ലാത്ത പീസാട്ടോ. പിന്നെ ഇന്നത്തെ ബാക്കിയായിരുന്നെങ്കിൽ നമുക്കൊന്ന് സോർട്ട് ചെയ്യണമല്ലോ. അസിഘട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പറെ ഒരു 3 ഫേമസ് അമ്പലങ്ങളുണ്ടെന്ന് അറിഞ്ഞു. ഒന്ന് സംകട്ട് മോചൻ ഹനുമാൻ ടെമ്പിൾ. അവിടെ നമ്മൾ ആദ്യം തൊഴുതു. പക്ഷെ അവിടെ ഫോണൊന്നും അലോ ചെയ്യാത്തതുകൊണ്ട് അവിടുത്തെ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. സംകട്ട് മോചനിൽ ഇറങ്ങി നമ്മൾ നടന്ന് കുറച്ച് മുമ്പോട്ട് വരുമ്പോഴത്തേനാണ് നമ്മുടെ ഈ ത്രിദേവ മന്ദിർ. സത്യം പറഞ്ഞാൽ ഈ അമ്പലമൊക്കെ നടക്കുന്ന വഴിക്ക് ആയതുകൊണ്ട് ഇതിന് ഭംഗിയുണ്ട് നമ്മൾ കയറി എന്നുള്ളതാണ് സത്യം. നമ്മളിവിടെ ത്രിദേവ് മന്ദിർ കയറി. അപ്പോൾ ഇവിടെ എന്താ പറയുക, പ്രസാദമായിട്ട് തരുന്ന കടലക്കറി. നമ്മുടെ നാട്ടിൽ പുട്ടും കടലക്കറിയൊക്കെ അല്ലേ, ഞങ്ങൾ ആഗ്രഹിച്ചു ഈ ചൂട് കടലക്കറിയുടെ കുറച്ച് പുട്ട് കിട്ടിയിരുന്നു. ശരിയാ. പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു അമ്പലം. അതെ, ഭയങ്കര ഭംഗി. പക്ഷെ നല്ല ഭംഗിയുണ്ട് വിഗ്രഹം അതിൻ്റെ അത് സത്യം പറഞ്ഞാൽ കാണാൻ. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ആക്ച്വലി നമ്മൾ ഷ്രാക്ക് ഇവിടെ ഒരു കട കണ്ടുപിടിച്ചു. ഗൈസ്, ഐ വിൽ ഷോ യു. ഗൈസ്, 3ാമത്തെ അമ്പലം ഇത് തുളസി മാനസ് മന്ദിറാണ്. ഇത് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കാണ് ഇതൊക്കെ. ഞാൻ തിരിച്ച് ദുർഗാമാതയുടെയാണ് അടുത്തത്. പക്ഷേ അല്ല, ഇതുകൂടെ കഴിഞ്ഞിട്ടാണ്. ഇവിടെ ആദ്യം സൺറൈസായി വരുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ അമ്പലം. അമ്പലത്തിനകത്ത് ഉള്ള ഫോട്ടോസ് ഞാൻ വീഡിയോയിൽ ഞാൻ അധികം എടുത്തിട്ടില്ല ആക്ച്വലി. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ് ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ലഞ്ച് കഴിച്ചിട്ടാണ് ഇന്നത്തെ ബാക്കി ഐറ്റിനറി. സോ എന്താ ബാക്കി ഐറ്റിനറി എന്തായിരുന്നു? ഐറ്റിനറി ദശാശ്വമേധ് ഘാട്ടിൽ പോകുന്നു. അവിടുന്ന് ബോട്ടിങ് ചെയ്തിട്ട് തിരിച്ചവിടെ വരുന്നു, ഗംഗാരത്തി കാണുന്നു, പിന്നെ ഷോപ്പിംഗ്. യെസ്, ദാറ്റ് ഈസ് ദ നെക്സ്റ്റ്. പോകുന്ന വഴിക്കൊരു ചെറിയ മാറ്റം. ഒരു സാരി ഷോപ്പ് കണ്ടപ്പോൾ നമ്മൾ അതിൻ്റെ അത് വെറുതെ ഒന്ന് കയറി. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ ഒരു കടയിൽ വന്നിട്ട് ഷോപ്പിങ്ങിനായിട്ടിരിക്കുക. കുറച്ച് ഇതൊക്കെ എടുത്തു. ഞാൻ ഒറ്റ ഒരു സാരി എടുത്തിട്ടുണ്ട്, ഒരു റെഡ് കളർ സിമ്പിൾ. ഞാനങ്ങനെ ചുരിദാർ അധികം ഇടാത്തത് കൊണ്ട് അതങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ചുരിദാർ ആൻറ്റിക്ക് വേണ്ടി എടുക്കുന്നു. അങ്ങനെ ഉണ്ടെന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പം നമ്മളുടെ കടയിൽ മലയ്യോ കണ്ടു. ഇത് ട്രൈ ചെയ്യണമെന്ന് 2 ദിവസമായിട്ട് വരുന്നു. ആക്ച്വലി വാരണാസി ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ഫുഡും. നിങ്ങൾക്ക് ആ കാര്യം അറിയാവോ? അങ്ങനെ ഫസ്റ്റ് ഐറ്റം നമ്മൾ ട്രൈ ചെയ്തതാണ് ഈ മലയ്യ. നമ്മളിവിടെ നടന്ന് ദശാശ്വമേധ് ഘട്ട് പോവാണ്. നടന്ന് വേണം പോവാൻ. ഭയങ്കര തിരക്ക് ടു മച്ച് തിരക്ക്. ഞങ്ങളെ കളഞ്ഞു പോകാതിരിക്കാൻ ഇതുവഴി വണ്ടിയൊന്നും പോവില്ല. സോ ബേസിക്കലി നടക്കുകയാണ് ദ ഓൺലി ചോയ്സ്. പോയിട്ടിരുന്നത് കണ്ടിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ ഫോൺ അന്ന് തട്ടിപ്പറിച്ചോണ്ട് പോകുന്നതിന് മുന്നേ ഞാനിവിടെ വെച്ച് തൽക്കാലം അതിൻ്റെ ബേഗയാണ് അങ്ങേയറ്റത്തിട്ട് കാണുമെങ്കിൽ. ഈ കാണുന്ന 3 പേരും ദശാശ്വമേധ് ഘട്ടിലേക്ക് ഗംഗാരത്തി കാണാൻ പോവാം. അതിനുള്ള തിരക്കായി കാണുന്നത്. കണ്ടില്ലേ, ഇത്രയേ ആൾക്കാരുണ്ടായിരുന്നു. ആ ആരത്തിൻ്റെ 7 അയലത്ത് പോലും ചെന്നിരുന്ന് കാണാൻ പറ്റുന്നൊന്നുമില്ല. പക്ഷെ ദൈവഭാഗ്യം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു സീറ്റ് കിട്ടി. സത്യം പറഞ്ഞാൽ അതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആട്ടോ. നമ്മളിവിടെ ആൾക്കാരുടെ ഇടയ്ക്ക് വന്നിരിക്കുമോ ആരത്തി കാണാനായിട്ട്. രാവിലെ ദൂരെ നിന്ന് കണ്ടെങ്കിലും ഇപ്പം നമുക്കൊരു ക്ലോസപ്പിൽ കാണാൻ പറ്റണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമുക്ക് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. തുടങ്ങുമ്പോഴത്തേന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഡിവൈൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും ആൾക്കാരും ഒരേ നാമജപത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അത് കാണുന്നത്. സത്യം പറഞ്ഞുണ്ടല്ലോ, കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നുപോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സന്തോഷം കൊണ്ട് തന്നെ വേണം ഞാൻ പറയാൻ. ഇതൊന്നും ഒരിക്കലും എനിക്ക് പറഞ്ഞു പോലും അറിയിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഓഫ് മൈ ലൈഫ് ശരിക്കും. അതുപോലെ തന്നെ എൻ്റെ മഹാദേവ, ഇതെന്നെ കാണിച്ചു തന്നതിൽ ഞാൻ അങ്ങനെ എന്നും കിടപ്പിട്ടിരിക്കുന്നു. ഗംഗാത്തി കഴിഞ്ഞ ഉടനെ നമുക്കവിടെ ലോക്കൽ ബോട്ട് കിട്ടും. അവിടെ ബോട്ടിൽ നമ്മൾ ചുറ്റും കട്ടുകളി കൊണ്ട് കാണിക്കും. വലിയ പൈസ ഒന്നുമില്ല കേട്ടോ, 100 രൂപ എന്തോ ഉള്ളൂ ഒരാൾക്ക്. രാത്രിയിലെ കാശി എങ്ങനെയാണെന്ന് നമുക്ക് കാണണ്ടേ. അപ്പം കാണുന്നതാ കേട്ടോ നമ്മുടെ കാശി വിശ്വനാഥ അമ്പലം. ഈ ലൈറ്റിലൊക്കെ കാണുന്നത് വേറൊരിതില്ലേ ദൂരെ നിന്ന് തന്നെ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്താണ് മണികർണിക. ഇതാണ് പറയുന്നത് ഒരു സൈഡിൽ ലൈഫും മറ്റേ സൈഡിൽ ഡെത്തും സിംബലൈസ് ചെയ്യുന്നു എന്ന്. യുണിക് എക്സ്പീരിയൻസ് അല്ലേ. തിരിച്ചിരുന്നാണെങ്കിൽ നമ്മളുണ്ട് ഇവിടെ ബ്രെഡ് ഈ മലായിൽ മുക്കിത്തരും, മലായി ടോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതാണ് പിന്നെ ട്രൈ ചെയ്യാൻ നമ്മൾ പോവില്ലല്ലോ, നമ്മൾ അവിടെ നിർത്തി മലായി ടോസ്റ്റ് വാങ്ങി. സംഭവം അടിപൊളി കേട്ടോ. ആ തണുപ്പത്ത് നല്ല ചൂട് ബ്രെഡിൽ മലയും മുക്കി തിരുന്ന് അതൊരു വേറെ. തിരിച്ചു വരുന്ന വഴി ബേസിക്കലി ഒരു ഫുഡ് ഹണ്ട് ആയിരുന്നു. പിന്നെ കാശി ചാട്ട് ഭണ്ഡാറിൽ വന്നിട്ട് ആലു ടിക്കിയും ടമാട്ടർ ചാട്ടും കഴിക്കാതാനും പോരുത് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അമ്മാതിരി തിരക്കായിരുന്നു. അതിൽ നിന്ന് ഫുഡ് കിട്ടി കഴിച്ച് തന്നെ നമുക്കറിയില്ല. പിന്നെ ആസ് യൂഷ്വൽ ശ്രേയുടെ ഷോപ്പിംഗ് സീൻസ് കണ്ടിന്യൂസ്. ആണ് നമ്മൾ ലസ്സി കഴിക്കുന്നത്. दूध सागर This is so good. ഞാൻ എത്ര ലസ്സി കുടിച്ചിട്ടില്ല. റിയലി 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 ഗുഡ്. അടിപൊളി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് റൂമിൽ പോയി. ഭദ്ര അങ്കിള് നമ്മളെ വീട് ചുറ്റും നടന്ന് കാണിക്കായിരുന്നു. എന്താ അറിയോ, അങ്കിൾ നമ്മുടെ കിളികളില്ലേ അവർക്ക് വേണ്ടി അങ്കിള് ഒരുപാട് വെള്ളം വെക്കുന്നുണ്ട്. കുറേ നെസ്റ്റുകൾ ഈ വീടിന് ചുറ്റും വെച്ചിട്ടുണ്ട്. ആ കാണുന്നതാണ്ടോ അങ്കിൾ ചൂണ്ടിക്കാണുന്ന കിളികൾ ആ മരത്തിലിരിക്കുന്നത്. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണാൻ പറ്റുമെന്ന്. അങ്കിൾ ഇതുപോലെ വീട് ഫുൾ അവർക്ക് നെസ്റ്റ് വെച്ചിട്ട് വെള്ളവും വെച്ചിട്ടുണ്ട്. അതായത് അവർക്ക് ഇങ്ങനെ വെള്ളം കുടിക്കാനൊക്കെ കണ്ടോ. ആ ബ്രൗൺ കാണുന്ന ഒക്കെ ഇതുകളാണ്. അങ്കിൾ നമ്മളെ രാത്രി വീട് ചുറ്റും നടന്ന് കാണിക്കുമായിരുന്നു. രാവിലെ ഇത് സത്യം പറഞ്ഞാൽ കാണാൻ പറ്റില്ല. ഓരോന്നിനും ഞങ്ങൾ എണ്ണുമായിരുന്നു എത്ര ഉണ്ടെന്ന്. പുറത്ത് മാത്രമല്ല അങ്കിൾ വീടിൻ്റെ അകത്തും ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ആക്ച്വലി വെരി ബ്യൂട്ടിഫുൾ. അങ്കിൾ പറഞ്ഞത് ഇത് യൂട്യൂബിലുണ്ടെന്നാ. इस मकान की पूरी फोटो आएगी, देखते हैं हम यूट्यूब पे. देखियो. हाँ नहीं देखेंगे. और भद्रा अंकल with us for 2 days. നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്തേ Airbnb. He helped us through a lot of things and we stayed here. ബാക്കി റിവ്യൂ അങ്കിളിനെ നമ്മൾ കൊടുക്കും. Google will give him a good review. So anybody traveling here, Thank you. thank you uncle. Uncle actually was too much. ഞങ്ങൾ എപ്പോഴും കോൾ ചെയ്തിട്ടിരിക്കും, ബച്ചേ കാവോ കയറിക്ക്. നമുക്ക് ഭയങ്കര നൈസ് ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് we are going to next destination. Bye. And I'll put the link താഴെ അങ്കിളുടെ ഈ ഭദ്ര ഹൗസ് കാ.